വാവ് ഗൈസ്, അപ്പോൾ ഇതാണ് എനിക്ക് വാടകയ്ക്ക് കിട്ടിയിരുന്ന വീടെന്ന് പറയുന്നത്. സമയത്ത് മഴയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെറിയൊരു ചാറ്റൽ മഴയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മഴയില്ലാത്ത സമയം എന്ന് പറയുന്നത് കിട്ടാൻ ഭയങ്കര പാടാണ്. വ്യൂ ആണിത്. ബാക്കിയത് ഞാൻ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് വീട്. ഈ വീടാണ് എനിക്ക് റെൻറ്റിന് കിട്ടിയിട്ടുള്ളത്, വാടകയ്ക്ക്. ഇവിടെ സാധാരണ ആൻഡമാനിൽ വരുന്നവർക്ക് ഒരിക്കലും വാടകയ്ക്ക് റൂം കൊടുക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇവരിവിടെ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. എനിക്കങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഇവിടുത്തെ ലോക്കൽ ആയതുകൊണ്ടും പിന്നെ ഞാനിവിടെ ജോലി ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്കൊരു സമ്മതിച്ചു തന്നത് റൂമിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കും കിട്ടുന്നതല്ല ആൻഡമാനിൽ വന്നു കഴിഞ്ഞാൽ. നമ്മൾ ടൂറിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറമെ സ്റ്റേ ചെയ്യേണ്ടി വരും. പുറമെ സ്റ്റേ ചെയ്യാൻ മിനിമം 1000 രൂപയ്ക്കാണ് ഇവിടുത്തെ റേഞ്ച് ഒരു ദിവസത്തെ. ഏറ്റവും കുറവ് കിട്ടാൻ ചാൻസ് കുറവാണ് 1000 രൂപയ്ക്ക്. കാരണം നമുക്കിവിടെ പുറമെ താമസിക്കാനുള്ള ഒരു സിസ്റ്റം ആൻഡമാനിൽ നിലവിലില്ല. ഫുള്ള് ബാൻഡാണ്. പുറമെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാൻഡാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയയിലാണ് ഇവിടെ വന്നത്. പക്ഷേ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നടക്കില്ല എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ നമ്മൾ റൂം എടുക്കുന്നതിന് നിവൃത്തിയുള്ളൂ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ 2 ദിവസം നിന്നത് നമ്മൾ അർബാസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ എന്നിട്ടിപ്പോൾ മാറി. ഇവിടെ നിന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് പോകാമെന്ന് ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഇതുവരെ നമ്മൾ സെറ്റായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും, ഓരോ സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ പുതിയ വീഡിയോസ് വരും. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡമാനിലെ വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഇതിനകത്ത്. ഓക്കെ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നിൽക്കുന്ന റൂം എങ്ങനെയുള്ളതാണെന്നാണ്. ആൻഡമാനിൽ വന്നിട്ട് റൂം എടുത്ത് പുറത്ത് ടെൻറ്റ് ചെയ്ത് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചേക്കണം. പക്ഷത്തിന് പണിപാളി വേറെ ഒന്നുമല്ല. ഇവിടെ പുറത്ത് ടെൻറ്റ് ചെയ്ത് കിടക്കാനുള്ള റൂളില്ല. കിടക്കുന്ന ആൾക്കാരുണ്ട്, ലോക്കൽസൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യണില്ല. റൂൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നോക്കണത്. വീട്ടിലാണ് നമുക്ക് റൂം കിട്ടിയേക്കുന്നത്. റൂം കിട്ടിയാൽ ആ ഒരു സൈഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റൂം. ആ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോണം. ഇതിവിടെ കുറേ പട്ടികളുണ്ടോ? ഇവിടെ നിറച്ച് പട്ടികളാണ് ഗൈസ്. ഗോ ഗോ ഗോ. ഈ ഏരിയ ഫുള്ള് പട്ടികളാണ്, ഡേഞ്ചറാണ്. ഇവിടുത്തെ ഒരു പട്ടിയുണ്ട്, 46 പേര് കടിച്ചൊരു പട്ടി കിടക്കുന്നത് ഇവിടെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ. വീട് ഒക്കെ ഷീറ്റിലാണ് മേഞ്ഞേക്കണ ഈ വീട്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പേരയ്ക്കന്മാരൊക്കെ നിൽക്കൂലേ ഇഷ്ടംമാതിരി റോഡ് സൈഡിലൊക്കെ. അതുപോലെ ഇവിടെ എല്ലാവിടെയും നാരങ്ങയുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം പഴയ വീടാണ്. ഇവിടെ കോൺക്രീറ്റൊക്കെ വാർത്ത് പില്ലറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിൽ വേറെ ടെറസ് വീട് കാണാം. അതിൻ്റെ അപ്പുറത്ത് മുകളിൽ അവിടെ അങ്ങറ്റത്ത് വേറെ വീടുകൾ കാണാം. ഇവിടെ വെള്ളം കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ് ഈ ആൻഡമാനിൽ. അപ്പോൾ ഇവർ മാക്സിമം എപ്പോഴും മഴവെള്ളം ഒക്കെ ഇവർ ശേഖരിച്ച് വയ്ക്കും. പട്ടി പിന്നെയും കയറി വരുന്നുണ്ട്. ഇങ്ങനെ ഓടിച്ചു വിട്ടണം, എന്നിട്ട് പിന്നെയും കയറി വരും പട്ടി. നോക്കി നിൽക്കുക നമ്മൾ തന്നെ. ഗോ, ഇത്ര ഉള്ളു സംഭവം. പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. കണ്ടോ, പറഞ്ഞ എല്ലാവരുടെയും വെള്ളം പിടിച്ച് വയ്ക്കുന്നത്. അടുത്തൊരു നാരങ്ങ മരം. ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന റൂം. അപ്പോൾ ഈ റൂമിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത്. ഇവിടുത്തെ താഴത്തെ വീട് ആസ്പെറ്റാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കണത്. എൻ്റെ മുകളിൽ വരാണ്ടിരിക്കാൻ വേണ്ടി കുറേ ആസ്പെറ്റാസ് ഇങ്ങനെ കയറ്റിയിട്ടേക്കാം. പിന്നെ അത് അവിടെ ഒരു ചേട്ടൻ പണിയണം നമുക്ക് കാണാം. അവന്മാർ കെട്ട് തോന്നുന്നുണ്ട് അവിടെ. ക്ലീന കണ്ടോ. ഇതാ റൂമിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ആണ്. അത് പാളി വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് റൂമിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. ചെറിയ കാട് പോലെയാണ്. ഇവിടെ 2 വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കിണർ കണ്ടോ, ഫുള്ള് ബോർവെല്ല്. ഇത് കിണറല്ല, ഇത് സംഭവമുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും വേറൊരു വീടാണ്. മുരിങ്ങയുണ്ട്. ഇവിടെ ഒരു നാരങ്ങ മരമുണ്ട്. ഇതൊരു നാരങ്ങ മരം. ഇത് കറിവേപ്പില. ഇത് ഫുള്ള് കറിവേപ്പിലയാണ്. വീടിൻ്റെ ഉള്ളിൽ കാണാം എങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിലിരിക്കണേന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉൾഭാഗം എന്ന് പറയണത്. ഇതാണ് നമ്മുടെ വാതിൽ. ഇതിനാണ് ഇപ്പോൾ നമ്മൾ കയറി ഉള്ളിലേക്ക് വന്നത്. ഉള്ളി വരുമ്പോഴുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, കുറച്ച് ഇവിടെ പണ്ടത്തെ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഓണറിൻ്റെ പണ്ടത്തെ ഐറ്റംസൊക്കെയാണ് അവരുടെ അമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന വീൽ ചെയറൊക്കെയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് എൻ്റെ അലക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻവെർട്ടർ ഉണ്ട്. ഇതൊക്കെ അവരുടെ ചെരുപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാഗ്. ഇതാണ് കിട്ടിയേക്കണ കട്ടിലും കിടക്കയും. ഇത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ആൻഡമാനിൽ വന്നിട്ട് കട്ടിലും കിടക്കയും കിട്ടുന്നത്. പിന്നെ ഇത് നമ്മുടെ പോർട്ടബിൾ സ്റ്റൗവ്, ഗ്യാസ്, പിന്നെ കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഫാനുണ്ട്. ഈ വീടും ഷീറ്റാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുറത്ത് വെച്ചിട്ട്.
ഇവിടെ കുറച്ച് എൻ്റെ സാധനങ്ങൾ, ക്യാമറ അക്സസറീസും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ. ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തി ഒക്കെ ഉണ്ട് ബാത്റൂമിന്. അതെന്ന് പറയുന്നത് അപ്പുറത്തെ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാതിലാണ്. ഇതേപോലെ ഒരു വാതിലും കൂടി ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഈ കാണുന്നതാണ് അപ്പുറത്തെ റൂമിലേക്കുള്ള വാതിൽ. പുറത്ത് ടെൻറ്റ് ക്യാമ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അർബാസിനോട് പറഞ്ഞപ്പോൾ അർബാസ് നമുക്ക് അവൻ്റെ കൂട്ടുകാരനായ ആളുടെ വീടാണിത്, അത് നമുക്ക് താമസിക്കാൻ വേണ്ടി തന്നതാണ് 1 മാസത്തേക്ക്. ഇവിടെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, അതായത് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഈ വീടിൻ്റെ പുറമേ ഉള്ള കാഴ്ച. എൻ്റെ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ സൈഡ് ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ ചെല്ലണത് വീടിൻ്റെ മുൻവശത്തേക്ക്. ഇങ്ങനെയാണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ നമുക്ക് കാണാം.